നമസ്കാരം. ഇന്ന് ഒരു MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ വലിയ ചർച്ചയായിരുന്നു. തിരുവല്ല MLAയും മുൻ മന്ത്രിയുമായ മാത്യു ടി തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചയായത്. ഔദ്യോഗിക വാഹനത്തിന് മുന്നിൽ MLA എന്നെഴുതാതെ നിയമസഭാംഗം എന്നെഴുതിയ ബോർഡ് വെച്ചതിനെ തുടർന്ന് വാച്ച് ആൻഡ് വാർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനുഭവമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ MLA പങ്കുവച്ചത്. ഇന്നലെയായിരുന്നു സംഭവം. നിയമസഭയുടെ ഔദ്യോഗിക ഭാഷാ സമിതിയുടെ അധ്യക്ഷനായതിനാലാണ് ഇംഗ്ലീഷിന് പകരം മലയാളത്തിൽ നിയമസഭാംഗമെന്ന് ബോർഡ് വെച്ചത്. എന്നാൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനിടെ MLAക്ക് മാത്രമേ വാഹനം നിയമസഭാംഗണത്തിൽ പാർക്ക് ചെയ്യാൻ സാധിക്കൂ എന്ന് വാച്ച് ആൻഡ് വാർഡ് പറയുകയായിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. ഞാൻ 2018 മുതൽ ഉപയോഗിക്കുന്ന കാറാണിത്. 2.25 ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. ഇന്ന് നിയമസഭയിൽ ചെന്ന് പാർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്നെ അത്ര പരിചയമില്ലാത്ത ഒരു വാച്ച് ആൻഡ് വാർഡ് ഡ്രൈവർ സീറ്റിലിരിക്കുകയായിരുന്ന എന്നോട് വളരെ വിനയത്തോടെ പറഞ്ഞു, ഇവിടെ MLAമാരുടെ വാഹനങ്ങൾക്ക് മാത്രമേ പാർക്കിംഗ് അനുവദിക്കൂ. നിയമസഭാംഗങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റില്ലേ എന്ന എൻ്റെ ചോദ്യത്തിന് ഉടനെ മറുപടി വന്നു, MLAമാരുടെ വാഹനം മാത്രമേ പറ്റൂ. MLA എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാലേ ഒരു ഗമയാവൂ എന്ന് പലതവണ എൻ്റെ ഡ്രൈവർ വിഷ്ണു പറഞ്ഞിട്ടുള്ളത് എത്ര ശരിയാണെന്ന് ഇന്ന് ബോധ്യപ്പെട്ടു. നിയമസഭയുടെ ഔദ്യോഗിക ഭാഷാ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ ഞാൻ ഇതിങ്ങനെ പോട്ടെ എന്ന് തീരുമാനിക്കുന്നു. ഏതായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിച്ചു. മലയാളികൾ ഭാഷാ മൗലികവാദികളല്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റു പല ഭാഷകളിലെയും വാക്കുകളും നമ്മുടേതാക്കി മാറ്റിയിട്ടുണ്ട്. ചില ഭാഷാ മൗലികവാദികൾ നമ്മുടെ സ്വിച്ചിനെ വൈദ്യുത ഗമനാഗമന നിയന്ത്രണ യന്ത്രം എന്നൊക്കെ വിളിക്കാൻ ശ്രമിച്ചത് മറക്കരുത്. അത്രയും നീളത്തിൽ നീട്ടിപ്പരത്തി പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സ്വിച്ച് എന്ന ആംഗലേയ പദം എന്നറിയുക. തമിഴർക്ക് മൊബൈൽ കൈപ്പേച്ചിയാണ്, ടെലിവിഷൻ തൊലൈക്കാച്ചിയും, പാർലമെൻറ്റ് നാടാലുമன்றവും, ഹൈക്കോടതി ഉയർനീതിമன்றവും, സുപ്രീം കോടതി ഉച്ചനീതിമன்றവുമാണ്. തമിഴിൽ ഇങ്ങനെയാണെങ്കിലും മനോഹരമായ മലയാള പരിഭാഷകൾ നാം നിത്യേന പറയുന്ന ചില അന്യഭാഷാ വാക്കുകൾക്കുണ്ടോ എന്നറിയില്ല. പക്ഷേ മലപ്പുറത്തെ ചില സുഹൃത്തുക്കൾ മൊബൈൽ ഫോൺ വൈബ്രേഷൻ മോഡിന് നൽകിയ തരിപ്പ് മോഡ് എന്നത് ഏറെക്കുറെ ആ ശ്രേണിയിൽ പെടുത്താവുന്നതാണ്. പറഞ്ഞു തുടങ്ങിയത് മാത്യു ടി തോമസിൽ നിന്നാണ്. MLA എന്നതിൻ്റെ മലയാള പരിഭാഷയാണ് നിയമസഭാംഗം എന്നറിയുക. അധികം നീട്ടുന്നില്ല. ജനപക്ഷത്തു നിന്നുള്ള ജനകീയ പരിപാടി പൊതുജനം കഴുതയല്ല സാർ ആരംഭിക്കുന്നു. ഞാൻ ബി ദിലീപ് കുമാർ. പൊതുജനം കഴുതയല്ല സാർ. അസാധാരണ സംഭവങ്ങൾക്ക് വേദിയാവുകയാണ് പാർലമെന്റ്. പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയം ലോക്സഭ ഇന്ന് പാസാക്കി. പ്രധാനമന്ത്രി പ്രസംഗിച്ചാൽ ആക്രമിക്കാൻ ചിലർ തീരുമാനിച്ചിരുന്നെന്നാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ പ്രതികരണം. ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ ചൂടുപിടിച്ച വാക്പോരിന് ഇന്ന് രാജ്യസഭ വേദിയായി. പിന്നീട് രാജ്യസഭയിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. അതേസമയം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ന്യൂസ് ഡെസ്കിൽ നിന്ന് സരുടേൻ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സഭാതലം. ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ സംസാരിക്കേണ്ടിയിരുന്നത്. ഇതിന് തൊട്ടു മുൻപ് പ്രതിപക്ഷത്തെ വനിതാ MPമാർ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിന് സമീപം നടത്തിയ പ്രതിഷേധം ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ ഗുരുതര ആരോപണം. പ്രധാനമന്ത്രി പ്രസംഗിച്ചാൽ ആക്രമിക്കാൻ ചിലർ തീരുമാനിച്ചിരുന്നെന്ന് സ്പീക്കർ. कांग्रेस पार्टी के कई सदस्य माननीय प्रधानमंत्री जी के आसन पर पहुंचकर कोई भी अप्रत्याशित घटना कर सकते थे. ये दृश्य मैंने सदन में देखा भी सही. अगर ये घटना हो जाती तो ये अत्यंत अप्रिय दृश्य देश के लोकतांत्रिक परंपराओं को तार तार कर देता. इसको टालने के लिए मैंने माननीय प्रधानमंत्री से आग्रह किया कि उन्होंने सदन में नहीं आना चाहिए. 2004 ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ലോക്സഭ പാസാക്കിയത്. എന്നാൽ സ്പീക്കർക്ക് പിന്നിൽ പ്രധാനമന്ത്രി ഒളിച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസിന്റെ കടുത്ത വിമർശനം. So the women MPs were standing in front of the Treasury bench. So what? And the Prime Minister, absolute lies. It is an absolute lie.
There is no question of anybody raising any hands on the Prime Minister, trying to hurt him or any such thing. There is no question. So it is absolutely wrong of anybody to say that there was any such plan. There was no such plan. ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തുവന്ന ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തത്സമയ സംപ്രേഷണം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്നാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയത്. അറസ്റ്റിലായിട്ടും 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതിനെ തുടർന്നുള്ള സ്വാഭാവിക ജാമ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചത്. തുടർന്നാണ് 2 കേസിലും ദ്വാരപാലക ശില്പ സ്വർണ്ണപ്പാളി കേസിലും കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിലും ജാമ്യം ലഭിച്ചതോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജയിലിന് പുറത്തേക്ക് വരുന്നത്. ജയിലിന് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ ചേരുന്നു. റിനു ശ്രീധർ, ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ 90 ദിവസത്തിനകം. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് 90 ദിവസത്തെ റിമാൻഡ് വാസത്തിനു ശേഷം സ്വർണ്ണക്കൊള്ളയിലെ 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് ഇറങ്ങിയത്. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയതിനെ തുടർന്ന് ഏകദേശം അരമണിക്കൂർ മുന്നോടിയായിട്ടാണ് ബന്ധുക്കൾ ജാമ്യ ഉത്തരവ് ഈ ജയിലിലേക്ക്, സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ഒരു 20 മിനിറ്റോളം എടുത്തു. അതിനുശേഷം പോറ്റി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. സ്വാഭാവിക ജാമ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവദിച്ചിരുന്നത്. കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തുടർന്നും ജയിലിൽ കഴിയേണ്ടി വന്നത്. നേരത്തെ തന്നെ ഈ സ്വർണ്ണ പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിലെ ജാമ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ ബന്ധുക്കളോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് കാറിൽ വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വലിയ വിമർശനമാണ് ഈ സ്വാഭാവിക ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്നത്. രാഷ്ട്രീയപരമായിട്ട് എല്ലാം തന്നെ വളരെ ചിരിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളെല്ലാം തന്നെ നിരീക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്നും അതുപോലെ തന്നെ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും അതുപോലെ ആരെയും, അതായത് ഈ സാക്ഷികളെ അടക്കം ആരെയും സ്വാധീനിക്കാൻ പാടില്ല എന്നതടക്കമുള്ള ജാമ്യ വ്യവസ്ഥയാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് വന്നിരിക്കുന്നു. 2 കേസുകളിലും ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് വന്നത്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് നേരത്തെ ദ്വാരപാലക ശില്പ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതേ വിഷയം ഉന്നയിച്ച്, അതായത് 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നതിനാൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. ഇന്നിപ്പോൾ കട്ടിളപ്പാളി കേസിലും ഈ ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് വരുന്നത്. വളരെ ചിരിച്ച് സന്തോഷിച്ച് ആഹ്ലാദവാനായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ജയിലിന് പുറത്തേക്ക് വന്നതും ഇപ്പോൾ അല്പസമയം മുമ്പ് ജയിലിന് മുന്നിൽ നിന്ന് കാറിൽ കയറി നാട്ടിലേക്ക് പോയതും. ബന്ധുക്കളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. റിനു ശ്രീധർ, പറയൂ. ദിലീപ് കുമാർ, അരമണിക്കൂർ മുമ്പാണ് കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ നിന്നുള്ള ജാമ്യ ഉത്തരവുമായി സഹോദരി ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിയത്. അതിനുശേഷം ഈ ജയിലിലെ നടപടികൾ പോറ്റി പുറത്തേക്ക് വന്നിരിക്കുന്നു. 90 ദിവസമാണ് റിമാൻഡിൽ അദ്ദേഹം കഴിഞ്ഞത്. ആദ്യം സ്വർണ്ണപ്പാളി കേസിൽ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം സ്വാഭാവിക ജാമ്യമാണ്. അതിനുശേഷം ജയിലിൽ തുടരേണ്ടുന്ന ഒരു സാഹചര്യം വന്നു. കട്ടളപ്പാളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ ജാമ്യം ലഭിക്കേണ്ടതായിരുന്നു. ഇന്ന് കട്ടളപ്പാളി കേസിലും, അതായത് 2ാമത്തെ കേസിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം. ഇതോടുകൂടി 4 പേരാണ്. 4ാമനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യത്തിൽ ഇറങ്ങുന്ന, സ്വാഭാവിക ജാമ്യത്തിൽ ഇറങ്ങുന്ന. വലിയ വിമർശനം നിയമസഭയ്ക്ക് അകത്ത് പോലും പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ SIT കുറ്റപത്രം
സമർപ്പിക്കാത്തതിനെക്കുറിച്ച്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെയാണ് സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് ലഭിക്കുന്നത്. ഇനി 4 പേരോളം ഇനിയും ജയിലിൽ ഉണ്ട് എന്നുള്ളതാണ്. ക്ഷമിക്കണം, ഇനിയും 11 പേരോളമാണ് മൊത്തത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ നാലാമനായിട്ട് ഒന്നാമൻ, അതായത് ഈ കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് ഇറങ്ങുന്നു. സ്വർണ്ണ കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ടുള്ള ഒരു അറസ്റ്റ് SIT ചെയ്തത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ബന്ധുക്കളോടൊപ്പം വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും മാധ്യമങ്ങളോട് സംസാരിക്കരുത്, പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം, അതുപോലെ തന്നെ സാക്ഷികളെയോ ആരെയും തന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നടക്കം, പിന്നെ പത്തനംതിട്ട ജില്ലയിലേക്ക് കടക്കാൻ ശ്രമിക്കരുത് എന്നടക്കമുള്ള ഉപാധികളാണ് ഈ ജാമ്യവ്യവസ്ഥയിൽ പറയുന്നത്. ആ ഉപാധി തെറ്റിക്കുകയാണെങ്കിൽ ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്നതിന് തുല്യമായിരിക്കും, തുടർന്ന് നടപടികളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ മയക്ക് നീട്ടുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയില്ല. സംസാരിക്കാതെ ചിരിച്ച മുഖത്തോടു കൂടിയാണ് അദ്ദേഹം ക്യാമറകളെയൊക്കെ തന്നെ നോക്കി കണ്ടത്. അതിനുശേഷം കാറിൽ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും നിലവിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയപരമായി അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ SITക്ക് എതിരെ ഉയരുന്നുണ്ട്. SIT നിലവിൽ ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല. കോടതി പോലും കുറച്ചുകൂടി സമയം SITക്ക് അനുവദിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഓരോ പ്രതികളായി സ്വർണ്ണ കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവിക ജാമ്യം ലഭിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നാലാമനായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇപ്പോൾ ജയിലിൽ നിന്ന് റിമാൻഡ് തടവുകാരനായി കഴിഞ്ഞ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കേസിൽ സ്വാഭാവിക ജാമ്യം, അറസ്റ്റിലായി 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നുള്ള സ്വാഭാവിക ജാമ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചത്. ഈ കേസിൽ ജയിലിന് പുറത്തേക്ക് വരുന്ന 4-ാമത്തെ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. നേരത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചിരുന്നത്. ഇതിൽ മുരാരി ബാബുവിനും സുധീഷിനും ഇതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചതുപോലെയുള്ള സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത്. അവർ 90 ദിവസമായിട്ടും അറസ്റ്റ് ചെയ്ത് 90 ദിവസമായിട്ടും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നില്ല. അതേ തുടർന്നുള്ള സ്വാഭാവിക ജാമ്യമാണ് അവർക്ക് ലഭിച്ചതെങ്കിൽ ശ്രീകുമാറിൻ്റെ കാര്യത്തിൽ തെളിവുകളുടെ അഭാവത്തിൽ 43-ാം ദിവസം ജാമ്യം അനുവദിക്കുകയായിരുന്നു. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് നീട്ടിയിട്ടുമുണ്ട്. 14 ദിവസം കൂടിയാണ് കൊല്ലം വിജിലൻസ് കോടതി നീട്ടിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് സബ് ജയിലിന് മുന്നിൽ നിന്നും റിനു ശ്രീധർ. കാലം മാറിയിട്ടും ചിലർക്കൊന്നും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. കൊല്ലം കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെയുണ്ടായ സംഭവം അതിനൊരു ഉദാഹരണം മാത്രം. ചുരിദാർ ധരിച്ചെത്തിയതിന് പ്രധാനാധ്യാപികയെ സ്കൂൾ ഗേറ്റിൽ തടഞ്ഞു. ഇന്ന് ഈ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് വിശദീകരണം തേടി. സെക്യൂരിറ്റിയുടെ പണിയും പോയിട്ടുണ്ട്. സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കനെ പിരിച്ചുവിട്ടു. കാണാം ന്യൂസ് ഡെസ്കിൽ നിന്ന് സ്മിത ഹരിദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കാലം മാറുന്നത് കാണാത്തവർ. ചുരിദാറിട്ടെത്തിയതിന് പ്രധാനാധ്യാപിക സിന്ധു S. നായരെയാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ ഗേറ്റിൽ തടഞ്ഞത്. ചുരിദാർ ധരിച്ചെത്തിയാൽ പ്രവേശിപ്പിക്കേണ്ടെന്നാണ് മാനേജർ നൽകിയ നിർദ്ദേശമെന്ന് സെക്യൂരിറ്റിക്കാരൻ നൽകിയ വിചിത്രമായ മറുപടി. അധ്യാപിക പരാതിപ്പെട്ടതോടെയാണ് ഈ വിവരം പുറം ലോകം അറിഞ്ഞത്. പിന്നീട് പോലീസ് എത്തി അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സാധാരണയായി ഏതു വസ്ത്രവും ധരിച്ചു വരാറുണ്ടെന്നും തനിക്ക് ഇതിനു മുൻപും മാനേജറുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഇടപെടൽ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അധ്യാപിക പറഞ്ഞു. ഞാൻ ഇന്നലെ രാവിലെ 9 മണിയോടുകൂടിയാണ് സ്കൂളിൽ എത്തിയത്. കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിനുള്ള മുട്ടയുമായിട്ടാണ് വന്നത്. എന്നെ കണ്ട ഉടനെ സെക്യൂരിറ്റി ആണെങ്കിൽ ഗേറ്റ് അങ്ങ് അടച്ച്. അപ്പോൾ ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. ഓട്ടോക്കാരനെ അങ്ങ് വിട്ട് എനിക്ക് സ്കൂളിൽ പ്രവേശിക്കാനാവാതെ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. പോലീസിനെ വിളിച്ചു. അങ്ങനെ പോലീസ് വന്നിട്ടാണ് എനിക്ക് സ്കൂളിൽ പ്രവേശിക്കാൻ പറ്റിയത്. വിദ്യാഭ്യാസ വകുപ്പ് മാനേജറോട് വിശദീകരണം തേടി. എന്ത് വസ്ത്രമിട്ടും വരാമെന്നും തടയാൻ പറഞ്ഞിട്ടില്ലെന്നും സ്കൂൾ മാനേജറുടെ വിശദീകരണം. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു. വിദ്യാഭ്യാസ വകുപ്പിനോട് റിപ്പോർട്ട് തേടി. വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ ഡയറക്ടറോട് ഒരു അന്വേഷണം നടത്തി എന്താ അവിടെ സംഭവിച്ചതുള്ള റിപ്പോർട്ട് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വസ്ത്രത്തിന്റെ പേരിലോ ആഹാരത്തിന്റെ പേരിലോ ഒന്നും തടയപ്പെടാൻ പാടില്ല എന്നുള്ള നിലയിലുള്ള നിലപാടാണല്ലോ നമ്മുടെ നിലപാടെന്ന് പറയുന്നത്.
അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് എടുക്കാൻ വേണ്ടി ഒരു കാരണവശാലും അനുവദിക്കില്ല. അധ്യാപികയെ തടഞ്ഞ സംഭവത്തിൽ ഗേറ്റ് കീപ്പർ ശങ്കരനെതിരെ കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. അന്യായമായി തടഞ്ഞുവച്ചതിനും അധ്യാപികയുടെ അന്തസ്സിന് ഹാനി വരുത്തിയതിനും ഉൾപ്പെടെയാണ് കേസ്. സംസ്ഥാനത്തെ ആദ്യ നിയമസഭയിൽ അംഗവും മികച്ച മന്ത്രിയുമായിരുന്ന ഇ ചന്ദ്രശേഖരൻ നായരുടെ പിതാവിന്റെ പേരിലുള്ള സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്കാണ് ഇത്തരം ദുരനുഭവം നേരിടേണ്ടി വന്നത്. സ്ത്രീ ശാക്തീകരണത്തിലും സാമൂഹ്യ പുരോഗതിയിലും മുൻനിരയിലെന്ന് അഭിമാനിക്കുന്ന സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് ഇത്തരം സംഭവങ്ങൾ. 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആ സ്കൂളിൻ്റെ ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കും. നേരത്തെ അങ്ങനെ ഡ്രസ് കോഡിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ അംഗീകരിക്കുന്നു. അല്ലെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെയൊന്നുമില്ല, അവർക്ക് ഇഷ്ടമുള്ളത് ഇടാനുള്ള അവകാശം ഉണ്ടല്ലോ. ഇഷ്ടമുള്ളത് ഇടാം, ഏത് വേണേലും ഇടാം, അവനവൻ്റെ ഇഷ്ടം. വളരെ തെറ്റായ നടപടിയായിട്ട് എനിക്ക് തോന്നിയത്. അതിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് തോന്നിയില്ല. കാരണം വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. School wants it, they can wear, but it shouldn't be too informal. Should be like chudar or whatever they feel they are comfortable in, so they can teach well. ടീച്ചർ ചെയ്ത കാര്യമാണ് അവർ ചെയ്തത്, സ്കൂളുകാർ ചെയ്തത് തെറ്റാണ്. ടീച്ചർ ചെയ്തത് ടീച്ചറിന് ഇഷ്ടമായിരുന്നു. ഇഷ്ടമുള്ള വസ്ത്രധാരണം ധരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് വിഷയം? പക്ഷെ മര്യാദ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് എല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് അത് ധരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അത് തന്നെ, തീർച്ചയായും ചുരിദാർ എന്ന് ഒരു മാന്യമായ ഡ്രസ്സാണ്. മര്യാദക്ക് ഇതായിട്ട് ഒന്ന് പഠിപ്പിച്ചാൽ പോരാ, അതിലല്ലേ കാര്യമുള്ളത്. എപ്പോഴും സാരി തന്നെ നല്ലത് കൊച്ചുങ്ങളുടെ മുമ്പിൽ. യാത്ര പോകുമ്പോൾ ചുരിദാർ ഒന്നുമില്ലെങ്കിൽ ഒരു അധ്യാപിക അല്ലയോ, ആ ഒരു ബഹുമാനങ്ങളും കൊടുക്കണമായിരുന്നു. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ കംഫർട്ടിനനുസരിച്ച് വേണം. ഈ വെയിലത്ത് അങ്ങനെ നിർത്തുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. ടീച്ചർമാർക്ക് എന്തോ ചുരിദാർ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സർ @gmail.com എന്ന മെയിൽ ഐ ഡിയിലും നിങ്ങൾക്ക് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയിക്കാവുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.